അങ്ങനെ നീലിമ ഏജൻസിയിലേക്ക് പോവാണ്. നിങ്ങൾ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നോ? ഉവ്വ് മാഡം, മെസ്സേജ് ഒന്നും വന്നില്ലേ എന്ന് ചോദിച്ച് ആ പെൺകുട്ടി ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നീലിമ ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, മാഡത്തിനെ അന്വേഷിച്ച് 2 പേര് ഇവിടെ വന്നിരുന്നു. മാഡം ഇവിടെ അച്ഛനോട് വഴക്കിട്ടാണ് പോയതെന്നും ഇപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. മാഡത്തിന്റെ മുത്തശ്ശി മരിച്ച വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നീലിമ ചോദിക്കും, ആരൊക്കെയാ അവര്? പേര് വല്ലതും ഓർമ്മയുണ്ടോ? അവരുടെ പേര്, അയാളുടെ പേര് സുധി എന്നാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നീലിമ, ഓഹോ, അവൻ കല്യാണം കഴിച്ചോ? ഇപ്പോഴും അവൻ എന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു, മണ്ടൻ എന്ന് പറഞ്ഞ് ചിരിക്കാട്ടോ. ഞാനിവിടെ എത്തിയ വിവരം നിങ്ങൾ അവരെ അറിയിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല മാഡം, ഞങ്ങളുടെ റൂൾ പ്രകാരം ഇവിടെ നിന്നും ഡീറ്റെയിൽസ് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കില്ല എന്ന് പറയണ്ട പെൺകുട്ടി. ഓക്കെ, താങ്ക് യു. ഇനി ആര് വന്നാലും ആർക്കും എൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞ് നീലിമ അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ സച്ചിയുടെ വണ്ടിയിൽ കയറി പോകുന്ന നേരത്തെ നീലിമയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം. അതിന് വേണ്ടിയിട്ട് വേറൊരു സുഹൃത്തിനെ വിളിച്ചു നോക്കുമ്പോൾ അവിടെ പൂട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അത് സച്ചി കേൾക്കാൻ കേട്ടോ. അപ്പൊ സച്ചി പറയും, മാഡത്തിന് എന്താ ബ്യൂട്ടി പാർലറിൽ പോണോ? ആ വേണം സച്ചി, എനിക്കറിയാവുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. ലേഡീസ് ബ്യൂട്ടി പാർലർ ആണോ എന്ന് ചോദിക്കണേ. അതെ മാഡം, നമുക്ക് അങ്ങ് പോയാലോ? ആ വിട്ടോ എന്ന് പറയണേ. അപ്പൊ സച്ചി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാനാണ് ഓർഡർ എടുത്തിയുടെ ഷോപ്പിലോട്ട് കസ്റ്റമറെ കൊണ്ടുവന്നതെന്ന് അറിഞ്ഞാൽ, ഓ സച്ചി എന്നാ നന്നായത് എന്ന് ചോദിക്കും എന്നൊക്കെ ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് പറയുന്നത് കണ്ടിട്ട് നീലിമ ചോദിക്കും, എന്താ സച്ചി? ഏയ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ മാഡം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടെത്തിക്കാണ് കേട്ടോ. അങ്ങനെ നീലിമ പാർലറിൽ എത്തുമ്പോൾ അവിടെയുള്ള പെൺകുട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയോട് ചെന്ന് പറയും, ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അതെയോ, ഇതാ ഇവരുടെ ഫേഷ്യൽ ഇപ്പൊ കഴിഞ്ഞു, അവരോട് വരാൻ വേണ്ടിയിട്ട് പറ എന്ന് പറയണേ. പെട്ടെന്ന് നീലിമ ഉള്ളിൽ ചെന്നിട്ട് ശ്രുതിയോട് ഹായ് പറയാണ്. ശ്രുതി തിരിച്ചും ഹായ് പറയുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ശ്രുതിക്ക് അത് ഓർമ്മ വരുന്നത്, ഇവളെ കണ്ടിട്ട് നീലിമയെ പോലെ ഉണ്ടല്ലോ, ഇനി ആ പെണ്ണ് തന്നെയാണോ ഇവള് എന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ നീലിമ ഹലോ എന്ന് വീണ്ടും ചോദിക്കാണ്. മാഡം ഇരിക്കൂ എന്ന് പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട്, എനിക്ക് ഐബ്രോ ത്രെഡ് ചെയ്യാനുണ്ട്, കൂടാതെ ഫേഷ്യലും, അത് നല്ല ഫേസ് പാക്ക് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ. ഹലോ, ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? അയ്യോ, മാഡം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല ഫേസ് പാക്ക് തന്നെയാണ് മാഡം. മാഡം ഈ നാട്ടുകാരിയല്ലേ എന്ന് ചോദിക്കട്ടോ ശ്രുതി. ഞാൻ ഈ നാട്ടുകാരി തന്നെയാ, പക്ഷെ കുറച്ചു കാലമായിട്ട് ഞാൻ കാനഡയിലാ. 2 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. ഇവിടെ എത്തി ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് പിടിക്കില്ലെന്ന് തോന്നുന്നു. മുഖത്തൊക്കെ ആകെ കരിവാളിപ്പ് വന്നു. അതൊക്കെ ഈ ഫേഷ്യൽ കൊണ്ട് പോവല്ലോ അല്ലേ എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ ശ്രുതി പറയും, പിന്നെന്താ, കരിവാളിപ്പ് മാത്രല്ല മുഖത്തിന്റെ ഷേപ്പ് തന്നെ ഞാൻ മാറ്റിത്തരാന്ന് പറയണേ. വാട്ട് എന്ന് ചോദിക്കാണ് നീലിമ. അല്ല മാഡം, ഞാൻ ഫേഷ്യൽ ചെയ്താലേ മുഖത്തിന്റെ ഷേപ്പ് മാറി കൂടുതൽ ഭംഗി ഉണ്ടാക്കും എന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞ് ശ്രുതി ചോദിക്കുന്നുണ്ട്, മാഡത്തിന്റെ പേരെന്താ? എന്റെ പേര് നീലിമ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ പിന്നെ അത് ഉറപ്പിച്ചു. അതെ മാഡം, ഒരു 2 മിനിറ്റ് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാട്ടോ. അങ്ങനെ ശ്രുതി ആണെങ്കിൽ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ടൗണിലാണ്. ഞാൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് കമ്പനിയിൽ പോയതാ ശ്രുതി. അവരൊന്നും ക്യാഷ് തരില്ല എന്നാ പറഞ്ഞത്. നമുക്ക് ആരും ക്യാഷ് തരില്ല ശ്രുതി, കാനഡയിൽ പോകുന്ന സ്വപ്നം അങ്ങ് ഒഴിവാക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ, അതിന്റെ ഒന്നും ആവശ്യമില്ല ശ്രുതി, ഇവിടെ ഒരു പണക്കാരി വന്നിട്ടുണ്ട്, ശ്രുതി ഇങ്ങ് പെട്ടെന്ന് വന്നാ മതി. നീ അവരോട് ക്യാഷ് ചോദിച്ചോ? ക്യാഷ് ഒന്നും ചോദിച്ചില്ല, പക്ഷെ നമ്മൾ അവരോട് ചോദിക്കാൻ പോകുന്ന കടമൊന്നല്ലല്ലോ. ശ്രുതിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത പണമോ? ദേ, നിനക്കെന്ത് വട്ടായോന്ന് ചോദിക്കട്ടോ ശ്രുതിയോട്. അതേ ശ്രുതി, നിന്നോട് പണം തട്ടിയെടുത്ത ആ ഒരു പെൺകുട്ടിയില്ലേ നീലിമ, അവള് ഇവിടെ വന്നിട്ടുണ്ട്. ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് വാ. നീ സത്യമാണ് ശ്രുതി പറയുന്നത്? അവളെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത്. ഞാൻ ഇതാ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ഓടി പോവാണ് കേട്ടോ അങ്ങോട്ടേക്ക്.